കെ-പോപ്പ് ലോകത്തെ സാവേജ് കിങ്, തളർത്താൻ നോക്കിയവർക്ക് തന്റെ സംഗീതത്തിലൂടെ മറുപടി കൊടുത്ത പോരാളി, തന്റെ വേദനകളെ സംഗീതമാക്കി മാറ്റാൻ കഴിവുള്ളവൻ, വെറൊരു ഗായകൻ മാത്രമായി ചുരുങ്ങുന്നില്ല നമ്മുടെ യുങ്കി. ജീവിതത്തിൽ തളർന്നുപോയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവനൊരു പ്രതീക്ഷയാണ്. നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ എന്റെ പാട്ടുകൾ കേട്ട് ഒന്ന് മയങ്ങിക്കോളൂ, എല്ലാം ശരിയാകും എന്നൊരാൾ ഉള്ളിൽ തട്ടി പറയണം എന്നുണ്ടെങ്കിൽ അയാൾ ജീവിതത്തിൽ അത്രമാത്രം അനുഭവിച്ചിരിക്കണം. ദ ലാസ്റ്റ് സ്നൂസ്, ഹേഗും പോലുള്ള പാട്ടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ വരികളിലെ ആഴം എത്രയെന്ന്. ഓരോ പാട്ടുകളും, അതിലെ ഓരോ വരികളും എന്നെ പോലെ തന്നെ ഓരോരുത്തർക്കും പ്രചോദനം തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ കോൾഡ് എന്ന് പലരും പറയാറുണ്ട്, പക്ഷെ ഉള്ളിൽ വല്ലാത്തൊരു സ്നേഹവും കരുതലും ഒളിപ്പിച്ചു വെച്ച ഒരാളാണ് യുങ്കി. അത് അദ്ദേഹത്തെ അത്രയേറെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. ഷുഗ കടന്നു വന്ന വഴികളും BTSൽ എത്തിയതുമെല്ലാം ഓരോ ആർമിക്കും അറിയാം. അദ്ദേഹം തന്റെ ലൈഫിൽ അനുഭവിച്ച A to Z കാര്യങ്ങൾ ദ ലാസ്റ്റ് എന്ന സോങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് കൂടിയാണത്. കരിയറിന്റെ തുടക്കത്തിൽ അദ്ദേഹം മെന്റലി അനുഭവിച്ച സ്ട്രഗിൾസിനെ കുറിച്ചും സോഷ്യൽ ആങ്സൈറ്റിയെ കുറിച്ചൊക്കെ ഈ പാട്ടിൽ പറയുന്നുണ്ട്. K-പോപ്പ് ഇൻഡസ്ട്രിയിൽ തന്നെ അധികമാരും സംസാരിക്കാത്ത ടോപ്പിക്കാണ് OCD, ഡിപ്രഷൻ, സോഷ്യൽ ഫോബിയ. ഇതൊക്കെ താൻ അനുഭവിച്ച ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ഷുഗ പറയുന്നുണ്ട്. ശരിക്കും ഷുഗയുടെ ലൈഫ് ഒരു പോരാട്ടം തന്നെയായിരുന്നു. മിൻ യുങ്കി ഈസ് ഡെഡ്, ഐ കിൽഡ് ഹിം എന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അത്രമാത്രം ആ മനുഷ്യൻ അനുഭവിച്ചു കാണും. ഇതിനെയൊക്കെ തരണം ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന ഷുഗയായി അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ പലതും ത്യജിച്ച് അദ്ദേഹം തന്റെ ജീവിതത്തോട് പൊരുതി നേടിയ വിജയം തന്നെയാണ്. ഇന്ന് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ടും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കണ്ടുപഠിക്കണം ഈ മനുഷ്യനെ. ഇന്ന് BTSലെ വൺ ഓഫ് ദി പവർഫുൾ മെമ്പർ തന്നെയാണ് അദ്ദേഹം. RM കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാക്ക് എഴുതിയിട്ടുള്ളതും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും ഷുഗ തന്നെയാണ്. അന്ന് അത്രയും സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടായിരുന്ന ഷുഗ ഇപ്പോൾ മീഡിയാസിനെ പലപ്പോഴായി വെള്ളം കുടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹീസ് റിയലി എ സാവേജ് കിങ് ആൻഡ് ലിറ്ററലി ഹീസ് ലൈക്ക് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. നീ ഇപ്പോൾ വേദനിക്കുന്നുണ്ടാകാം, പക്ഷെ നിന്റെ പോരാട്ടം തുടരുകയാണെങ്കിൽ നാളെ ലോകം നിനക്ക് മുമ്പിൽ തലകുനിക്കും. ഇത്രയും മതി ഒരാൾക്ക് തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോവാൻ. ഞങ്ങളെയൊക്കെ ഒത്തിരി ഇൻസ്പയർ ചെയ്ത, മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിച്ച ആർമിയുടെ സ്വന്തം ഷുയ്ക്ക് 1000 ജന്മദിനാശംസകൾ. അദ്ദേഹത്തെ പോലെ ഒരു ലെജൻഡിന്റെ കൂടെ സെയിം ഡേറ്റിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്.